ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീഋഷിയുടെ നോളജ് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ആണ് എന്നറിയാതെ നമ്മൾ പലരിലുമുള്ള ഒരു ശീലമായിരിക്കാം. നമ്മളിൽ പലരിലും ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവാം. നാച്ചുറലി നമ്മൾ ഇതിൻ്റെ ഒരു ഡിറ്റക്റ്റേഴ്സ് ആയിരിക്കാം. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എപ്പോഴും പിന്തുടർന്ന് വരുന്നൊരു സ്വഭാവമായി വരെ മാറാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ആ ക്യാരക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ വാച്ച് ദ ഹോൾ വീഡിയോ. സോ എന്താണ് ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, പലരും എന്താ പറയുക, മറ്റേ ആളിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്കിനെ പറ്റിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കള്ളം പറയുക. നിങ്ങൾ കള്ളം പറയാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയാറുണ്ടോ? കള്ളത്തിൻ്റെ എന്താണ്, വൈ ഡു പീപ്പിൾ ലൈ, വാട്ട് ഈസ് ദ പേർപ്പസ് ബിഹൈൻഡ് ലൈയിങ്, ഹൗ ടു ഡിക്റ്റേറ്റ് എ ലൈ, ഹൗ ടു ബി ലൈ പ്രൂഫ്, എങ്ങനെ ട്രൂത്ത് പറയാം, ട്രൂത്തിനോടുള്ള എന്താണ് ട്രൂത്തിൻ്റെ വർഷിപ്പ് എന്താണ്, ട്രൂത്ത് കൊണ്ട് മാത്രം വിജയിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സോ കൂടുതൽ കള്ളങ്ങൾ പറയാൻ ആൾക്കാർ ശ്രമിക്കുന്നതിന് കാരണം 2-3 റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ ഈസ് പേടി, ഫിയർ കാരണമാണ് കൂടുതൽ ആൾക്കാരും കള്ളത്തരങ്ങളിലേക്ക് റിസോർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, സത്യം പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഇൻസെക്യൂരിറ്റി, അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ തന്നെ കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഷുവർട്ടി, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, അങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന സീരീസ് ഓഫ് ഇവൻറ്റ്സിനെ ആദ്യമേ തടയാൻ വേണ്ടി കള്ളം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കള്ളം പറയുന്നതിന് വേറൊരു റീസൺ ആയിരിക്കാം ജെനുവിനായിട്ടുള്ള റീസൺസ്. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നത്, അല്ലെങ്കിൽ കള്ളം പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു വളരെ വലിയ വിപത്ത് സംഭവിക്കും എന്നുള്ള സമയങ്ങളിൽ കള്ളം പറയുന്ന ആൾക്കാരുണ്ടാവാം. അതുപോലെ നല്ലതിന് വേണ്ടി കള്ളം പറയുന്ന ആൾക്കാരുണ്ടാവാം. അതുപോലെ തന്നെ 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 രക്ഷിക്കാൻ വേണ്ടി ഒരു ഡിഫൻസായിട്ട്, പ്രൊട്ടക്ഷനായിട്ട് കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ കള്ളം പറയുന്ന ആൾക്കാർ വൈഡ് റേഞ്ചായിട്ട് തന്നെയുണ്ട്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ശരിക്കും പറഞ്ഞാൽ കള്ളത്തിൻ്റെ കാര്യം പറയുമ്പോൾ മിക്കവാറും കുറച്ചെങ്കിലുമൊക്കെ കാര്യങ്ങളെപ്പറ്റി ഒരു അറിവുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് വാക്ചാതുര്യമുള്ള, അല്ലെങ്കിൽ കുറച്ച് ചെറിയ രീതിയിലുള്ള ഒരു ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു നോളജുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് ഭഗവാൻ കൃഷ്ണനും കള്ളം പറയാൻ പ്രേരിപ്പിച്ചല്ലോ എന്നൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ഭഗവാൻ കൃഷ്ണൻ ദ ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ടാണ് കള്ളം പറയാൻ വേണ്ടി റിസോർട്ട് ചെയ്തത് എന്നുള്ള ആ ഒരു ഫാക്ടർ അതിനകത്ത്, അതായത് ഒരു തെറ്റില്ലാത്ത അല്ലെങ്കിൽ ഒരു ഹാം വരാത്ത, നല്ല ഈ ബിഗർ പിക്ചർ നോക്കുമ്പോൾ ഒരു ഹാം വരാത്ത കള്ളത്തിനുമാണ് കൃഷ്ണൻ പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ കള്ളത്തിന് പിന്നിലുള്ള സൈക്കോളജിയാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. കള്ളം പറയുന്നത് ഒരുതരം ഡിഫൻസ് മെക്കാനിസമാണ്, ഒരുതരം പ്രൊട്ടക്ഷനാണ്, ഒരുതരം ഷീൽഡാണ്. സോ നിങ്ങൾ വളരെ നന്നായി കള്ളം പറയുന്നതിന് മുമ്പ് ഒരു വ്യക്തി വളരെ ക്രിയേറ്റീവായി ചിന്തിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരുടെ ക്രിയേറ്റീവ് ബ്രെയിൻ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി റിലേറ്റീവായിട്ട് വിശ്വസനീയമായി കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട്. കള്ളത്തരം പറഞ്ഞ് പിടിക്കാൻ, അതായത് താങ്കൾ പിടിക്കപ്പെടണം, താങ്കളെ ഒരു കള്ളനായി കാണണമെന്ന് വിചാരിച്ച് കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ കള്ളത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കള്ളം എന്ന് പറയുന്ന ആ ഒരു വേർഡ്, ലൈസ് എന്ന് പറയുന്ന ഒരു വേൾഡായി മാറാനുള്ള ചാൻസാണ് കൂടുതലും. കാരണം ഒരു കള്ളം നിങ്ങൾ പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 100 കള്ളങ്ങൾ ചെയ്യുകയും കാണിക്കുകയും പറയുകയും ചെയ്താൽ പോലെ അതൊരു സത്യമായി മാറണമെന്നില്ല. ചില ആൾക്കാരുണ്ട്, അവർ കള്ളം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ കള്ളത്തിനെ സത്യമാക്കി മാറ്റും. എങ്കിലും അവിടെ ഒരു ചീറ്റിംഗ് ആണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ കള്ളത്തിൻ്റെ പിന്നിലെ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് റീസണബിളായിട്ട്, അല്ലെങ്കിൽ അതിനെ എക്സ്ക്യൂസ് ചെയ്യാൻ മാത്രമേ പറ്റൂ. നമുക്കൊരു കള്ളം പറയുന്നതിന് ശരിക്കൊരു ഒരു എക്സ്ക്യൂസ്, അല്ലെങ്കിൽ വളരെ എത്തിക്കലായ ഒരു എക്സ്ക്യൂസ് പറയാൻ കഴിയില്ല ഒരിക്കലും. കാരണം എന്ന് വെച്ചാൽ സത്യം പറയുക എന്നുള്ളത് തന്നെയാണ് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യം. അടുത്തത് ശരിക്കും പറഞ്ഞാൽ ട്രൂത്തിനെ പറ്റി നമ്മൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് ശരിക്കും ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ബുക്ക് ഈസ് മൈ എക്സ്പെരിമെൻറ്റ്സ് അബൌട്ട് ട്രൂത്ത് ബൈ ഗാന്ധി.
മഹാത്മാഗാന്ധിയുടെ ഒരു പുസ്തകമാണത്. അതിൽ പുള്ളി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ പുള്ളി വളരെ എന്താ പറയുക നോട്ടബിളായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്, സത്യം പറഞ്ഞ് ജീവിച്ചത് കൊണ്ട് ആണ് തൻ്റെ ലൈഫ് തൻ്റെ മെസ്സേജായി മാറുന്നത് എന്നുള്ളത് പുള്ളി ആ പുസ്തകത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഒരു സത്യം എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ പിടിച്ച് നിൽക്കുകയാണ്, 100% നമ്മളതിനെ റിസോർട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഈസിയറായി മാറും. കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതിനകത്തൊരു സംശയമില്ല, കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവും, കുറേ കാര്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ സത്യം എന്ന് പറയുന്ന ആ ഒരു എത്തിക്സിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ, ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങൾ മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. 100% മാറിപ്പോകും. സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട മഹത് വ്യക്തിത്വം മഹാത്മാഗാന്ധി. സോ പുള്ളി ഈ പറഞ്ഞതുപോലെ സത്യത്തിന് വേണ്ടി സത്യത്തിൻ്റെ പക്ഷത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് സത്യത്തിന് വേണ്ടി സത്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. സോ പുള്ളിയുടെ ലൈഫ് തന്നെ എടുത്താൽ ഒരു മഹത് വ്യക്തിത്വമായി നമുക്ക് കാണാൻ പറ്റുന്ന ആ വ്യക്തിയുടെ മോട്ടോ വാസ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ് ടു സേ വെൻ യു ആർ അറ്റ് റോങ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സമയവും നമ്മൾ സത്യമേ പറയൂ എന്ന് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നത് ഒരു തരം വൈറ്റ് ഏരിയയാണ്. വൈറ്റ് ഏരിയസിൽ ജീവിക്കാൻ വളരെ പാടാണ്. എപ്പോഴും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സാഹചര്യം ഇപ്പോൾ വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ സർവൈവൽ എന്നുള്ള സാഹചര്യത്തിലൊക്കെ കള്ളം എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോഴും നമ്മൾ സത്യം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സം ടൈം യു മൈറ്റ് ഗെറ്റ് ഹിറ്റ് ബാക്ക് ഫ്രം ഇറ്റ് ടു. അത് ആക്ച്വലി നമ്മൾ ഈ സാഹചര്യങ്ങളിൽ പാലിക്കേണ്ടതായ ഒരു റൂളാണ് നമ്മളുടെ കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ട്രൂത്തുമായിട്ട് അലൈൻ ചെയ്ത് പോകാൻ ചാൻസ് ഇല്ല, പക്ഷെ അത് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് എന്ന് പറയുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പോൾ കള്ളത്തരം പറയുന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. എന്നാൽ കൂടി കൂടുതലും സത്യസന്ധമായ ആ ഒരു മെത്തേഡ് ഇൻ ലൈഫ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഈസിയർ ആവും. ഹൗ ടു ഡിറ്റക്റ്റ് എ ലൈ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന വേറൊരു കാര്യം. എങ്ങനെ ഒരു കള്ളം കണ്ടുപിടിക്കും? ശരിക്കും പറഞ്ഞാൽ കള്ളത്തരം പറയുമ്പോൾ ഓൺ ദ സ്പോട്ട് കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ പ്ലാൻഡായിട്ട് കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട്. ഓൺ ദ സ്പോട്ട് കള്ളത്തരങ്ങൾ പറയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷേ പ്ലാൻ ചെയ്ത് കള്ളത്തരം പറയുന്ന ആൾക്കാരുടെ ആ ഒരു പ്ലാനിങ് എത്ര ഡീപ്പായിരിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും അവരുടെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ. സോ കള്ളത്തരം പറയുന്ന ആൾക്കാരിൽ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർ ഐ കോണ്ടാക്റ്റ് തരാൻ ചാൻസസ് ആർ ലൈക്ക് വെരി ലോ. കാരണം കണ്ണിൽ നോക്കി കള്ളം പറയാൻ പറ്റുന്ന ആൾക്കാർ കുറവാണ്. അതുപോലെ തന്നെ കള്ളത്തരങ്ങൾ പറയുന്ന സമയത്ത് ഇടയിൽ വെച്ച് ഇടുന്ന ഗ്യാപ്സ്, നമ്മളുടെ വേർഡ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ സെൻറ്റൻസസിൻ്റെ ഇടയിൽ വെച്ച് ഇടുന്ന ഗ്യാപ്സ്, അതുപോലെ ടു ഫ്ലുവൻറ്റ് ഇൻ വേർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കള്ളം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്ലാൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കില്ല, അവരുടെ കള്ളത്തിന് വേണ്ടിയുള്ള സിറ്റുവേഷൻ അവരായിട്ട് ഉണ്ടാക്കിയായിരിക്കും അത് പറയുന്നത്. പിന്നെ ചില കള്ളങ്ങൾ നമ്മളൊരാളെ റീഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സിറ്റുവേഷനും അയാൾ പറഞ്ഞ കാര്യവും നമ്മൾക്ക് അയാളെ പറ്റിയുള്ള ആ ഒരു റീഡിങ്ങും കൂടെ ഒത്തുവെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു വ്യക്തിയെ എപ്പോഴും നമ്മളോട് ഒരാളൊരു കാര്യം പറയുമ്പോൾ വൈ ആർ ദേ സെയിങ് ദിസ് ടു അസ് എന്നുള്ള ആ ഒരു ചിന്ത അവിടെ വേണം. അപ്പോൾ അവരുടെ ബെനിഫിറ്റിൽ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയാണ് കള്ളത്തരങ്ങൾ പറയുന്നതെങ്കിൽ ആ ഒരു റൂട്ടിലേക്ക് നിങ്ങളുടെ മൈൻഡ് ചരിയുമ്പോൾ തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അങ്ങനെ നമ്മളതായത് റിസീവ് ചെയ്യുന്ന ഈ കള്ളത്തരം റിസീവ് ചെയ്യുന്ന നമ്മളെയും കള്ളത്തരം പ്രസൻറ്റ് ചെയ്യുന്ന അവരെയും കംപ്ലീറ്റ് ആയിട്ട് ബിഗർ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കള്ളത്തരങ്ങളും ഈസി ആയിട്ട് കിട്ടും. അതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കള്ളത്തിനെ പറ്റി ഇനിയും പറയാൻ ഒരുപാടുണ്ട്, പക്ഷേ ഇന്നത്തെ സമയപരിധി കാരണം നമ്മളിന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.